ഹായ്! ന്യൂ ഇയർ ഒക്കെ ആയിട്ടേ കുറേ ഉപദേശം കേട്ട് മടുത്തിട്ടുണ്ടാവൂലേ? ഏതായാലും ഇതും കൂടെ പിടിച്ചോ. നിങ്ങളൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ്, ആളുകളോടൊക്കെ സംസാരിക്കാനൊക്കെ മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നമ്മൾ തീരെ അറിയാത്ത ഒരാളോട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കുശലാന്വേഷണമൊക്കെ നടത്തുന്നത്. അത് നിങ്ങളുടെ ഈ സോഷ്യൽ ആങ്സൈറ്റിയും ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഒരു മടിയൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് ഒരു ഫിനാൻഷ്യൽ ടിപ്പാണ്. നിങ്ങളെന്തെങ്കിലും വില കൂടിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊരു ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺ പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് പോയി വാങ്ങാതെ കുറച്ച് ദിവസം ഒന്ന് ഗ്യാപ്പ് കൊടുക്കുക. മിക്കപ്പോഴും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അതില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് അവിടെ ലാഭിക്കാനും പറ്റും. മൂന്നാമത്തെ ടിപ്പ് ലൈഫിലൊരു മിതത്വം പാലിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അതായത് നമ്മളെന്തെങ്കിലും വില കൂടിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം വസ്തു വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുക, അല്ലെങ്കിൽ വണ്ടിയൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ദാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ 2026 ഏറ്റവും അടിപൊളിയാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ.